കിരൺ, ഈ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ തന്നെ UDF-നകത്ത് കോൺഗ്രസുമായി ലീഗിന് ചെറിയ അകൽച്ച ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതിനെയൊക്കെ സ്കോർ ചെയ്യാൻ CPIM നന്നായി ശ്രമിക്കുന്നുമുണ്ട്. ഇന്നും അത്തരത്തിലുള്ള പ്രതികരണം CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇത് ലീഗ് പെട്ടുപോയ അവസ്ഥയാണ് എന്ന തരത്തിലൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള CPIM നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അവിടെ മുസ്ലിം പേരുകൾ ഇല്ലാതെയാകുമോ ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ എത്തിയാൽ എന്ന പ്രതിസന്ധി കൂടിയുള്ളത്. അത് കോൺഗ്രസിനെ പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതിനെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? അഭിലാഷ, കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ നിയമസഭയിലേക്കായാലും ലോക്സഭയിലേക്കായാലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അതിൽ എത്ര മുസ്ലിം ഉണ്ടാവണം, ഈഴവ എത്ര ഉണ്ടാവണം, നായർ എത്ര വരണം, അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക എത്ര വരണം, RC എത്ര വരണം, അതിൽ ഒരു മുൻകൂട്ടി ഒരു ധാരണയുണ്ട്. ഈ ധാരണ നിശ്ചയിക്കുമ്പോൾ പോലുമുണ്ട്. ആ ഭാരവാഹികൾ എല്ലാ കാര്യത്തിലും കോൺഗ്രസിന് അങ്ങനെ ഒരു രീതിയുണ്ട്. കോൺഗ്രസ് ഈ സാമുദായിക പ്രായത്തിൽ അത് പരസ്യമായി അവർ പറയുകയും ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞു തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് പലപ്പോഴും ചെറിയ വ്യത്യാസത്തിന് അപ്പുറത്തേക്ക് ഒരു വലിയ വ്യത്യാസം വരുത്തുക എന്നുള്ളത് പലപ്പോഴും കോൺഗ്രസിന് പ്രയാസമാണ്. കോൺഗ്രസ് നേരത്തെ തന്നെ കൊടുത്തിരുന്നത് 2 പേർക്ക് ലോക്സഭയിലേക്കുള്ള സീറ്റുകളിൽ 2 പേർക്കാണ് മുസ്ലിം പ്രാതിനിധ്യം കൊടുത്തിരുന്നത്. 2 സീറ്റിൽ മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിക്കും. അതായിരുന്നു കോൺഗ്രസിന്റെ രീതി ഉണ്ടായിരുന്നത്. ആ രീതിക്ക് കഴിഞ്ഞ തവണ ഒരു മാറ്റം ഉണ്ടായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. 2004-ലായാലും 2009-ലായാലും 2014-ലായാലും 2019-ലാണ് ആ മാറ്റം വന്നത്. 2 സ്ഥാനാർത്ഥികൾ എന്നുള്ളത് മാറി 2 പേരെ നിശ്ചയിച്ചാണ് തീരുമാനിച്ചാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വരുന്നത്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥി T സിദ്ദിഖ് മാറുന്നു. അപ്പോൾ 2 മുസ്ലിം കാൻഡിഡേറ്റ് എന്നുള്ളത് 1 ആയി ചുരുങ്ങുന്നു. ഇത്തവണ ഈ 19 പേരും തന്നെയാണ് മത്സരിക്കുന്നത്. ഒന്നാമത്തെ സാഹചര്യം അതാണ്. 19 പേരും അവർ തന്നെ മത്സരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് ഉറപ്പായും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനല്ല മറ്റുള്ള തീരുമാനിക്കാൻ കഴിയില്ല. KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാതെയാവും. ഇനി രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ അവിടെയാണ് ഈ അന്തിമ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് KC വേണുഗോപാലായാലും കേരളത്തിലെ നേതാക്കളായാലും വൈകുന്നത്. വയനാട്ടിൽ ഇക്കുറി രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. വയനാട്ടിൽ ഇക്കുറി വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. സോണിയാഗാന്ധി റായ്ബറേലി സീറ്റിൽ നിന്ന് മാറി. റായ്ബറേലി സീറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അമേഠിയെ പോലെയല്ല, അമേഠിയേക്കാൾ കൂടുതൽ സേഫായ ഒരു മണ്ഡലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി നെഹ്റു ഫാമിലിയിൽ നിന്ന് നേരിട്ടുള്ള അവർ മത്സരിച്ച സമയത്തൊന്നും ഇന്ദിരാഗാന്ധി ഒരിക്കൽ മാത്രം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്നാരായണനെതിരെ പരാജയപ്പെട്ടു. പക്ഷേ രാജ്നാരായണനെതിരെ പരാജയപ്പെടുമ്പോൾ ഇതേ ഇന്ദിരാഗാന്ധി 68% വോട്ട് വാങ്ങിയ ഇന്ദിരാഗാന്ധിയാണ്, 71 വാങ്ങിയ ഇന്ദിരാഗാന്ധിയാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. പക്ഷേ 3ാമത്തെ വർഷം തന്നെ ഇന്ദിരാഗാന്ധി അന്ന് വിജയരാജ സിന്ധ്യ എതിര് മത്സരിച്ചപ്പോൾ വിജയരാജ സിന്ധ്യക്ക് ആകെ 50,000 വോട്ട് മാത്രമേ വാങ്ങാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി മുഴുവൻ വോട്ടും വാങ്ങിക്കൊണ്ട് വലിയ തിരിച്ചുവരവിലേക്ക് തന്നെ വന്നു. അങ്ങനെ ആ കുടുംബത്തോട് വലിയ സ്നേഹവും അല്ലെങ്കിൽ അവർക്ക് അടുപ്പവും ഒക്കെ ഉള്ള മണ്ഡലമാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും അനുകൂലമാണ്. അതോടൊപ്പം തന്നെ പിന്നീട് 2 തവണ ആ കുടുംബവുമായി ബന്ധമുള്ളവരാണ് മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ പോലും BJP ആകെ 2 തവണയും ജനതാ പാർട്ടി 1 തവണയും മാത്രമാണ് അവിടെ ജയിച്ചത്. ബാക്കി എല്ലാ തവണയും ജയിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ക്യാപ്റ്റൻ സതീഷാണ് അത് തിരിച്ചു പിടിച്ചത് കൊടുത്ത്. അതിനുശേഷം സോണിയാഗാന്ധി വന്ന് മത്സരിച്ച എല്ലാ സമയവും സോണിയാഗാന്ധിയുടെ 2004-ലെ ഭൂരിപക്ഷം 2.5 ലക്ഷമായിരുന്നു. 2006-ൽ അവർ രാജിവെച്ചിട്ട് ഇരട്ട ഇത് ലഭിക്കുന്ന UP-യുടെ അധ്യക്ഷയും 2 അധ്യക്ഷ സമയത്ത് ഇരട്ട പദവി ലഭിക്കുന്ന വിഷയത്തിൽ പ്രതിഫലം ലഭിക്കുന്ന ഇരട്ട പദവി ലഭിക്കുന്നതിൽ രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കുമ്പോൾ അത് 2.5 ലക്ഷത്തിൽ നിന്ന് 4,18,4.18 ലക്ഷമായി ഉയർന്നു. പിന്നീട് 2009-ൽ അത് 3.72 ലക്ഷമാണ്. 2014-ൽ 3.52 ലക്ഷം. 2019-ൽ പോലും അത് 1.67 ലക്ഷമാണ്. അവിടെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ സേഫ് ആണ്. രാഹുൽ ഗാന്ധി അങ്ങനെ ആ സീറ്റിലേക്ക് മാറി മത്സരിക്കുകയും അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും വയനാടിന് പകരം കർണാടകയിലെ ഏതെങ്കിലും ഒരു സീറ്റ്, ദക്ഷിണേന്ത്യയിലെ ഒരു സീറ്റ് കൂടി മത്സരിക്കാൻ ആലോചന ഉണ്ട് എന്നൊക്കെ സൂചനകളുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും അവസാന നിമിഷം വരുന്ന തീരുമാനമാണ്. അതായത് ഉറപ്പായും രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ എത്തിക്കാൻ പറ്റണം. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയണമെങ്കിൽ. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിക്കാതെ മാത്രം കണ്ടുകൊണ്ടല്ല, ദക്ഷിണേന്ത്യയിൽ ഒരു കോൺഗ്രസ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നേടിയ ഒരു വലിയ വിജയത്തിന് സമാനമായ രീതിയിലേക്ക് ഇത്തവണ കർണാടകയിൽ പരമാവധി ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലെ വഴി. അതെ, ഈ 130 സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ അവർക്ക് നേടുക. കഴിഞ്ഞ വർഷം
30 സീറ്റ് മാത്രമാണ് BJP കൊടുത്തത്, ബാക്കിയെല്ലാം കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ, കോൺഗ്രസിൽ നേടിയത് മറ്റു പാർട്ടികളാണ് നേടിയത്. അപ്പോൾ കോൺഗ്രസ് പരമാവധി സീറ്റ് ദക്ഷിണേന്ത്യയിൽ ലഭിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാവുകയാണെങ്കിൽ വയനാട് സീറ്റ് സ്വാഭാവികമായും ഒഴിവ് വരികയാണ്. ആ വയനാട് സീറ്റിലേക്ക് ഇപ്പോൾ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ടി സിദ്ദിഖിന്റെ പേര് വരുന്നുണ്ട്, MMSന്റെ പേര് വരുന്നുണ്ട്. ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ വരാൻ കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെ പ്രാതിനിധ്യം കുറയുമെങ്കിൽ പോലും മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ളൊരു പരാതി കോൺഗ്രസിനെ സംബന്ധിച്ച് ഒഴിയാൻ സാധ്യതയുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുമായി അടുത്തെടുക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഇതൊക്കെ സംബന്ധിച്ച് ചില സൂചനകളൊക്കെ അദ്ദേഹത്തിന് ചില അറിവൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് പരസ്യമായി പറയാനോ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താനോ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് ചിലപ്പോൾ എത്തിക്കാണില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അതുകൂടി വ്യക്തമാണ്.